എമ്പുരാൻ സിനിമയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് ഞാനത് പെട്ടെന്ന് നിർത്താം. തന്റെ സിനിമ കാണുന്ന ഓഡിയൻസിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് ആദ്യത്തെ ദിവസങ്ങളിൽ ആരൊക്കെ തന്റെ സിനിമകൾ കാണണമെന്നും പിന്നെയുള്ള ദിവസങ്ങളിൽ ആ സിനിമയുടെ പ്രൊമോഷൻ ആരൊക്കെ ഏറ്റെടുക്കണമെന്നും കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള മാർക്കറ്റിംഗ് അത് ബിഗ് സല്യൂട്ടാണ് പൃഥ്വിരാജിന്റെ. തീവ്ര വലതുപക്ഷ ടീമുകളെ എല്ലാം ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ടിക്കറ്റ് എടുപ്പിച്ച് തിയേറ്ററിൽ എത്തിച്ചു. അതുവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പുറത്തെ സൈഡിലുള്ള റമദാൻ മാസത്തിൽ സിനിമ കൊണ്ടെന്ന് വെച്ച പൃഥ്വിരാജ്, മോഹൻലാൽ വർഗീയവാദിയായ സംഖ്യയായ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് സിനിമ റിലീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും സത്യം വിളിച്ചു പറയുന്ന ആളുകളെ. അപ്പൊ മെന്റാലിറ്റി, മനുഷ്യന്മാരുടെ മെന്റാലിറ്റിയെ മാർക്കറ്റിങ് അത്രത്തോളം സ്റ്റഡി നടത്തി അവരെ വഴി മാർക്കറ്റ് ചെയ്യാനുള്ള പൃഥ്വിരാജിന്റെ ബ്രില്യൻസ് സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിവാദമായിട്ടുള്ള ആ വർഗീയ കലാപത്തിനെ സ്ക്രീനിൽ എത്തിക്കുക, അത് മോഹൻലാലിനെ പോലുള്ള ഒരു നടനെ വെച്ചിട്ട് ആ സിനിമ എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹം എടുത്തൊരു സംഗതി. പൃഥ്വിരാജ് മോഹൻലാലും സംഖ്യയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെ അതേ ആളുകൾ ഇന്ന് അവരെ വാഴ്ത്തപ്പെട്ട ദൈവങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. യാ മാൻ പൃഥ്വിരാജ്.